നമസ്കാരം. ന്യൂസ് ട്രാക്ക് കുറ്റ്യാടി. ഗൾഫ് മേഖലയിൽ യുദ്ധം ആരംഭിച്ചതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പൊതുജനങ്ങൾ. യുദ്ധം കൂടുതൽ സാരമായി ബാധിച്ചിരിക്കുന്നത് ട്രാവൽ ഏജൻസികളെയാണ്. ന്യൂസ് ട്രാക്ക് കുറ്റ്യാടിയുടെ ഒരു അന്വേഷണം. ഗൾഫ് മേഖലകളിലെ യുദ്ധം കടുത്ത തിരിച്ചടിയാണ് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ട്രാവൽസ് മേഖലകളിൽ കടുത്ത പ്രതിസന്ധിയാണ് യുദ്ധം കാരണം ഉടലെടുത്തിരിക്കുന്നത്. വിമാനങ്ങൾ റദ്ദാക്കിയും നേരത്തെ പ്ലാൻ ചെയ്ത യാത്രകൾ മാറ്റിവെച്ചും യാത്രക്കാർ പിൻവാങ്ങുന്നതോടെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഈ മേഖലയിൽ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ യുദ്ധം ബാധിച്ചിരിക്കുന്നത് ട്രാവൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ആദ്യമായി ബാധിച്ചിരിക്കുന്നത്. ലീവിന് നാട്ടിൽ വന്നിട്ട് ആൾക്കാർ തിരിച്ചു പോകാൻ പറ്റാതെ ഒരുപാട് ആൾക്കാർ ഇവിടെ നാട്ടിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്. അതേപോലെ പെരുന്നാൾ വെക്കേഷന് നാട്ടിലേക്ക് വരാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്ത ആൾക്കാരുണ്ട്. അവരുടെ ബുക്കിംഗ് ഒക്കെ ക്യാൻസലായി. ഇനി പുതിയ ടിക്കറ്റ് എടുത്ത് വരണമെങ്കിൽ ഭീമമായ സംഖ്യയാണ് ഇപ്പോൾ എയർലൈൻ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. യാത്രക്കാർ പല ആൾക്കാരും ഇപ്പം എൻ്റെ അടുത്ത് തന്നെ നിരവധി ആൾക്കാർ ഈ നോമ്പ് കഴിഞ്ഞിട്ട് മകളുടെ വിവാഹത്തിനൊക്കെ വരാൻ ഒരുപാട് ആൾക്കാർ തയ്യാറായി നിൽക്കുന്നുണ്ട്. അവരൊക്കെ യാത്ര മുടങ്ങിയാണ്. ചില കല്യാണങ്ങൾ പോലും ഇപ്പോൾ മാറ്റിവെച്ച അവസ്ഥയിലാണ് ഉള്ളത്. നിരവധി തൊഴിലാളികളാണ് ട്രാവൽസ് മേഖലകളിൽ ജോലി ചെയ്യുന്നത്. വിമാന സർവീസ് ഇല്ലാത്തത് കാരണം പലരും തിരിച്ചു വരാൻ കഴിയാതെയും തിരിച്ചു പോകാൻ കഴിയാതെയും കുടുങ്ങിയിരിക്കുകയാണ്. പലർക്കും ജോലി നഷ്ടമാവുന്ന സ്ഥിതി വരെയുണ്ട്. സ്ഥാപനങ്ങൾ നഷ്ടത്തിലാവുമ്പോൾ തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷയെ വരെ അത് ബാധിക്കുകയാണ്. ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന നിരവധി ആളുകൾ ഇപ്പോൾ ആശങ്കയിലാണ്. എനിക്കറിയാവുന്ന കേരളത്തിൽ തന്നെ ഏതാണ്ട് 100,000-ഓളം പേർ ഈ തൊഴിൽ മേഖലയിൽ തന്നെ തൊഴിലെടുക്കുന്നതായിട്ടാണ് അറിവ്. അവരൊക്കെ കടുത്ത ആശങ്കയിലാണ് ഇപ്പോൾ. ഇതെപ്പം അവസാനിക്കുന്ന ആർക്കും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ പൂർണ്ണമായി നിലച്ച അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു ബുക്കിംഗ് എടുക്കുകയാണെങ്കിൽ തന്നെ ഫ്ലൈറ്റ് കൃത്യമായി ഡിപ്പാർച്ചർ ചെയ്യുന്നില്ല. ഈ പ്രതിസന്ധി എത്ര കാലം നിലനിൽക്കുമെന്നോ ഈ സാഹചര്യത്തെ എങ്ങനെ മറികടക്കുമെന്നോ അറിയാത്ത അവസ്ഥയിലാണ് സാധാരണക്കാർ. നിശ്ചയിച്ചു വെച്ച വിവാഹ ചടങ്ങുകൾ വരെ പലർക്കും മാറ്റിവെക്കേണ്ട സാഹചര്യമാണുള്ളത്. യുദ്ധം എങ്ങനെയും തീരണേ എന്നാണ് എല്ലാവരുടെയും ഉള്ളുരുകിയുള്ള പ്രാർത്ഥന. ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി. SSLC യോഗ്യതയുള്ളവർക്ക് 1 വർഷം കൊണ്ട് ടീച്ചറാകാം. സർക്കാർ, മാനേജ്മെന്റ്, ഇംഗ്ലീഷ് മീഡിയം എന്നിവയിൽ ജോലി നേടുവാനുള്ള അംഗീകൃത കോഴ്സായ മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് MTTC-യിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കോഴ്സിന്റെ പ്രത്യേകതകൾ: ജില്ലയിൽ ഉന്നത നിലവാരമുള്ള സ്കൂളുകളിൽ ട്രെയിനിംഗ് നൽകുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ മികച്ച പരിശീലനം. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മോണ്ടിസറി ലാബുകൾ.